10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാബേജ് റെസിപ്പിയാണിത്. അതിനായി 300 ഗ്രാം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നികക്ക വെള്ളവും ഒഴിച്ച് മാറ്റി വെക്കാം. ഇനിയും പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുകും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ 2 നുള്ളി കായപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. പിന്നെ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷം വേണം ഉള്ളി ഇട്ട് കൊടുക്കാൻ. ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി വഴണ്ടി വന്നാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം. ഈ തക്കാളി ഇതുപോലെ വഴണ്ടി വന്നാലുടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാബേജ് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞു വാരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ക്യാബേജ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ചേർക്കുകയൊന്നും വേണ്ട, ക്യാബേജിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വെന്തുകൊള്ളും. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഒരു കതുപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ചേർക്കാത്ത ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.